അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാംസം സ്വപ്നത്തിൽ കണ്ടാൽ ഇന്ന മൃഗത്തിൻ്റെ എന്നില്ല, ഏത് മൃഗത്തിൻ്റെ ആണെങ്കിലും, ഇപ്പോൾ പോത്തിൻ്റെതായാലും കാളൻ്റെതായാലും എരുമൻ്റെതായാലും മൂരിൻ്റെതായാലും ആടിൻ്റെതായാലും ഒക്കെ മാംസം തന്നെയല്ലേ. അപ്പൊ ഏത് മാംസത്തെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിലും അവിടെ വ്യാഖ്യാനം പറയുന്നിടത്ത് മാംസം കഴിക്കുന്നതായിട്ട് അങ്ങനെയൊന്നുമല്ല, വെറും കേവലം മാംസം അങ്ങനെ സ്വപ്നത്തിൽ കാണാം. വേവിച്ചിട്ടാണോ കാണുന്നത് അതല്ല പച്ചയിലാണോ കാണുന്നത്, അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. മഹാനായ മുഹമ്മദ് അലിൽ ഖുത്ബി എന്നവർ ദലീലുൽ ഹൈറാൻ ഫി തഫ്സീരിൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബുണ്ട്, സ്വപ്ന വ്യാഖ്യാനത്തിന്റെ. അതിൽ പറയുന്നുണ്ട്, ഇതിന്റെ 190-ാമത്തെ പേജിൽ, ലഹ്മ് മാംസം, ഹുവ ഫിൽ മനാമി മാലുൻ ഇദാ കാന മത്ബൂഹൻ. കണ്ടോ, വേവിച്ചിട്ടാണ് കാണുന്നതെങ്കിൽ സമ്പത്ത് എന്നാണ് അതിന്റെ വ്യാഖ്യാനം. മുതല്. അപ്പൊ നല്ല വ്യാഖ്യാന, വേവിച്ച മാംസം സ്വപ്നത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ. കഴിക്കുന്നത് കാണണമെന്നില്ല കേട്ടോ, അങ്ങനെ വേവിച്ച മാംസമാണ് ഒരാള് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ എന്താകും? ഇപ്പൊ ഉളുഹിയ്യത്തിന്റെ സമയമൊക്കെയാണ്, അപ്പൊക്കെ ചിലപ്പോ ഒക്കെ മാംസം കാണാൻ സാധ്യത ഉണ്ട്. പച്ചയിലാണ് കാണുന്നതെങ്കിൽ, വേവിക്കാത്ത മാംസമാണ് കാണുന്നതെങ്കിൽ അത് അത്ര നല്ല വ്യാഖ്യാനമല്ല. അവിടെ പറയുന്നു വല്ലഹ്മുൻ നെയ്യാണ്ടോ, എൻ്റെ വേവിക്കാത്ത മാംസമാണ് കാണുന്നതെങ്കിൽ അവിടെ വിശപ്പ് അല്ലെങ്കിൽ അമ്രാദ് രോഗം അങ്ങനെയൊക്കെയാണ് പിന്നെ അതിന് വ്യാഖ്യാനം പറയുന്നത്. അപ്പൊ അതത്ര സുഖമുള്ള ഒരു വ്യാഖ്യാനമല്ല. എന്നാൽ ഇനി അതൊന്നുമല്ല, മാംസം വേടിക്കുന്നതായിട്ട് ഈ കശാപ്പുകാരുണ്ടാവുമല്ലോ, ഈ അറവ് നടത്തിയിട്ട് അറവുശാലയിൽ പണിയെടുക്കുന്ന അങ്ങനെ കശാപ്പ് ചെയ്യുന്ന വിൽപ്പനക്കാർ, അവരിൽ നിന്നും മാംസം വാങ്ങുന്നത് കണ്ടാലും അത്ര നല്ല വ്യാഖ്യാനമല്ല. ഷറാഉഹു മിനൽ ഖസ്വാബ്, ഈ കശാപ്പുകാരിൽ നിന്നും ആ മാംസത്തെ വേടിക്കുന്നതായിട്ട്, അങ്ങനെ വാങ്ങുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മുസീബത്തുൻ, എന്തോ ഒരു മുസീബത്ത് അവർക്ക് വരാനിരിക്കുന്നു എന്നതിൻ്റെ ഒരടയാളം എന്നുള്ളതാണെങ്കിൽ പറയാം. മനസ്സിലായില്ല? അപ്പൊ അതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു വ്യാഖ്യാനം, വേവിച്ച മാംസത്തെ നമ്മൾ അങ്ങനെ സ്വപ്നം കാണണമെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാത്തൊരു വ്യാഖ്യാനമാകുന്നു കേട്ടോ.